السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറിയ കൂറും ഖിളിറെ കാണുന്നോവർ അവരുടെ അറിവും നീലയും നിറഞ്ഞോവർ ഏറും അവർ കീട്ടെ ഇൻസിലും ജിന്നുകൾ ഈമാനും തൗബയും വാങ്ങുവാൻ ചെന്നോവർ ആകാശത്തും മേലും അവർ ചെന്ന സ്ഥാനത്ത് ആരും ഓരോ ശൈഖും ചെന്നില്ല എന്നോവർ കൺകൊണ്ട് കാമാന രൂതാതെ ലോകരെ കാമാനവർ ചൂറ്റും എപ്പോഴും ഉള്ളോവർ കാഫ് മലയിന്നും അപ്പുറം ഉള്ളോവർ കാണാൻ അവർ മേൽമ കാമാനായി വന്നോവർ പല പല സഫായി അവരെ തലക്കുമ്മൽ പാങ്ങോടെ അവിടെ ചെന്നവരെ അയച്ചോവർ ആകാശം ഭൂമിയും ഒന്നുമേ തട്ടാതെ അവിടത്തെ കുബ്ബാമൽ അവർ പോയിരുന്നോവർ ബിൽ കുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട മുഹീദ്ദീൻ മാല ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവറുകൾ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 86, 87, 88, 89, 90, 91 വരികളാണ് ഞാനിപ്പോൾ ചൊല്ലിവെച്ചിട്ടുള്ളത്. മഹാനവറുകൾ പറയുകയാണ്, ഏറിയ കൂറും ഖിളിറെ കാണുന്നവർ അവരുടെ അറിവും നിലയും നിറഞ്ഞവർ. അതായത് ഖിളിർ നബി അലൈഹിസ്സലാം, മഹാനായ ശൈഖവറുകൾ അധിക സമയങ്ങളിലും ഖിളിർ നബി അലൈഹിസ്സലാമിനെ കാണാറുണ്ട്. അവര് അദ്ദേഹത്തിൽ നിന്ന് പ്രത്യേകമായ അറിവും സ്ഥാനവും ശൈഖവറുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് പ്രത്യേകമായ ശിഷ്യത്വം ഖിളിർ നബി അലൈഹിസ്സലാം നൽകിയിട്ടുണ്ട്. ഖിളിർ നബി അലൈഹിസ്സലാം എന്ന ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച് 3 കൊല്ലം ഒരേ സ്ഥലത്ത് ഇരുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നുവല്ല മുമ്പ്. അങ്ങനെ ആ ഗുരുവിൽ നിന്ന് ഉന്നതമായ സ്ഥാനവും വൈജ്ഞാനിക മേഖലകളിലെ വിവിധ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശൈഖ് ജീലാനി തങ്ങൾക്ക് സാധിച്ചു. ഏറും അവർ കീട്ടെ ഇൻസിലും ജിന്നുകൾ ഈമാനും തൗബയും വാങ്ങുവാൻ ചെന്നോവർ. ശൈഖ് ജീലാനി തങ്ങളുടെ അടുത്തുനിന്ന് സത്യവിശ്വാസം സ്വീകരിക്കാനും ചെയ്തുപോയ തെറ്റുകൾക്ക് തൗബ ചെയ്ത് മടങ്ങാനും ധാരാളം മനുഷ്യരും ജിന്നുകളും മഹാനവറുകളെ സമീപിക്കാറുണ്ട്. ശൈഖവറുകളുടെ കെയറോഫിൽ സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോൾ അവർക്ക് ആത്മീയമായ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുകയും അങ്ങനെ പശ്ചാത്താപിച്ച് മടങ്ങുകയും ചെയ്യും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശൈഖവറുകളോട് പശ്ചാത്താപിച്ച് മടങ്ങാൻ വേണ്ടി അല്ല വരുന്നത്, മറിച്ച് ശൈഖവറുകളുടെ ഉപദേശങ്ങൾ ഒക്കെ കേട്ട് പശ്ചാത്താപിച്ച് മടങ്ങാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അത് മനുഷ്യൻ മാത്രമല്ല, ജിന്നുകളും ശൈഖവറുകളുടെ അടുക്കൽ വന്ന് വിശ്വാസത്തിന്റെ ശരിയായ റൂട്ടിലൂടെ ജീവിക്കാൻ തീരുമാനിക്കുകയും നിലവിലുണ്ടായിരുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രാജിയാകുകയും ചെയ്യുക എന്ന മഹത്തായ ഗുണം
മഹാനവറുകളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവരിൽ പറയുന്നത്. ആകാശത്തും മേലും അവർ ചെന്ന സ്ഥാനത്ത് ആരും ഓരോ ശൈഖും ചെന്നില്ല എന്നോവർ. ആകാശലോകങ്ങളിലേക്കുള്ള ശൈഖവറുകളുടെ ആത്മീയമായ ഉയർച്ചയുടെ സ്ഥാനം സമകാലികരായ ശൈഖന്മാരും മറ്റും കൈവരിച്ചിട്ടില്ല. അതായത് നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. തൻ്റെ കാലത്തും അല്ലാതെയും വരുന്ന എല്ലാ ഔലിയായിൻ്റെയും ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഷേഖ് ജീലാനി തങ്ങൾ എന്ന്. അത് അങ്ങനെ വരുമ്പോൾ എത്ര ഉന്നതമായ സ്ഥാനങ്ങൾ ഉയരാൻ എത്തുന്നു, എത്ര ഉന്നതമായ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ ഒക്കെ സ്ഥാനത്തിന് മീതെയാണ് മഹാനായ ഷേഖ് ജീലാനി തങ്ങൾ ഉപ്പാപ്പ എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. കൺകൊണ്ട് കാമാനാരുദ ലോകരെ കാമാനവർ ചൂറ്റും എപ്പോഴും ഉള്ളവർ. കണ്ണുകൊണ്ട് കാണാത്ത നിലയിൽ മഹാനവറുകളുടെ വാലിന്റെ സദസ്സിൽ ജനങ്ങൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. അത്രയും അതായത് ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ആയിരക്കണക്കിന് ആളുകൾ മഹാനവറുകളുടെ സദസ്സിൽ നിരന്നിരിക്കുന്നു. വളരെ പ്രധാനമായ സദസ്സായിരുന്നു ഷേഖ് ജീലാനി തങ്ങൾ. ഉപദേശം പറയാൻ വേണ്ടി ഇരിക്കുന്ന സദസ്സ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ ആളുകളുണ്ടെങ്കിൽ വലിയ സമ്മേളനത്തിലൊക്കെ പോയി നമുക്ക് കാണാം. ഇങ്ങേ തലക്ക് നോക്കിയാൽ അങ്ങേ തല എന്താവില്ല, കാണാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. അത്രയും ദൂരത്തേക്ക് ചില സമ്മേളനങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ടല്ലോ. അതുപോലെ ഷേഖ് ജീലാനി തങ്ങളുടെ സദസ്സിൽ 70,000 ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്ന് ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 70,000 ആൾക്കാരെ ചിന്തിച്ചു നോക്കണം. അത് മനുഷ്യർ മാത്രമല്ല, ജിന്നുകളുടെ സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ എണ്ണം പറയാൻ പറ്റാത്ത അത്രമായിരുന്നു അവരുടെ ജിന്നുകളുടെ. മനുഷ്യരുടെ തിരക്കിനേക്കാൾ ജിന്നുകളുടെ തിരക്കായിരിക്കും ഷേഖ് ജീലാനി തങ്ങളുടെ സദസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബഹജയിൽ നമുക്ക് വളരെ വ്യക്തമായി ബഹജത്തുൽ അസ്റാറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ നോക്കണം, മഹാനായ ഷേഖ് തങ്ങളുടെ 70,000 ആൾക്കാർ, മനുഷ്യരെക്കാട്ടിയും തിരക്ക് ജിന്നുകൾക്കാണെന്ന്. അത്രയും വലിയ മഹാനാണ് മഹാനായ ഷേഖ് ജീലാനി തങ്ങൾ. അതുപോലെ കാഫ് മാലയിന്നും അപ്പുറം ഉള്ളവർ കാണാനവർ മേൽമ കാമാനായി വന്നോവർ. കാഫ് മലയിൽ നിന്നും കാഫ് മലയുടെ അപ്പുറത്ത് നിന്നുമുള്ളവര് ഷേഖ് അവറുകളുടെ മഹത്വം നേരിൽ കാണാൻ വരാറുണ്ട്. ഷേഖ് ജീലാനി തങ്ങളുടെ അനുഗ്രഹവും മഹത്വവും നേരിട്ട് കണ്ട് വാങ്ങാനായി കാഫ് മലയുടെ അപ്പുറത്ത് നിന്ന്, കാഫ് മല എന്ന് പറഞ്ഞ ഒരു മലയുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് മുമ്പത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ അപ്പുറത്ത് നിന്നും വളരെ ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്നും വരെ ഷേഖ് ജീലാനി തങ്ങളെ കുറിച്ച് കേട്ടറിവ്, ഔലിയാക്കളും മഹാന്മാരും ഉയരം ആഗ്രഹിക്കുന്ന ആളുകളിലൊക്കെ ഷേഖ് ജീലാനി തങ്ങളെ കാണാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങാനും വരാറുണ്ട്. അത് പൊതുവിൽ മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവമാണ്. നല്ലവരായ ആൾക്കാരെ കാണുമ്പോൾ ആത്മീയമായ പവറുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാനും അവരുടെ ആത്മീയ ഗുണങ്ങളിൽ നിന്ന് ഒരു ചെറിയ അംശമെങ്കിലും തന്നിലേക്ക് പകർന്ന് കിട്ടാൻ സാലിഹീങ്ങളെ സന്ദർശിക്കുന്നത് മഹബ്ബത്തു സാലിഹീൻ. അത് മുസ്ലിമീങ്ങളുടെ, പ്രത്യേകിച്ച് സുന്നികളുടെ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരുടെ
ഒരു ശൈലിയാണത് അല്ലേ? ഒരു സ്വഭാവമാണ്. അതുപോലെ ശൈഖ് ജീലാനി തങ്ങളെ സന്ദർശിക്കാൻ ദൂരെ ദിക്കുകളിൽ നിന്ന് വരെ ധാരാളം ആളുകൾ വരാറുണ്ട്. അതുപോലെ പല പല സഫായി അവരെ തലക്കും മേൽ പാങ്ങോട് അങ്ങീനെ പാങ്ങോട്ടെ അവിടെ ചെന്നവരെ അയച്ചോവർ എന്ന് പറഞ്ഞാൽ ശൈഖ് അവറുകളുടെ തലയുടെ ഭാഗത്തായി അന്തരീക്ഷത്തിൽ അണിയണിയായി സൃഷ്ടികൾ മഹാനവറുകളുടെ സദസ്സിൽ ഒരുമിച്ച് കൂടാറുണ്ട്. ശൈഖ് അവറുകളുടെ സദസ്സിൽ ചെന്നവരെ അവിടുത്തെ ഉപദേശവും കൃപയും നൽകി നല്ല രീതിയിൽ മടക്കി അയക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് ഈ വരിയിൽ ഇവിടെ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണേ. അതായത് ശൈഖ് ജീലാനി തങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ശാരീരികമായ വരവിന്റെ പുറമെ ആത്മീയമായ സാന്നിധ്യത്തിന് വേണ്ടി പലയിടങ്ങളിലും പല വഴികളും നടക്കാറുണ്ട്. പല വഴികളിലെ കൂടി ആൾക്കാർ വന്ന് തങ്ങളുടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ അവരെയെല്ലാം പാങ്ങോടെ അവിടെ ചെന്ന് അവരെ അയച്ചവർ, അതായത് അവർ നല്ല നിലയിൽ തന്നെ നല്ല സന്തോഷത്തോടു കൂടെ തിരിച്ചയക്കാറുമുണ്ട് ശൈഖ് അവറുകൾ കേട്ടോ. അപ്പൊ ആകാശം ഭൂമിയും ഒന്നുമേ തട്ടാതെ അവിടുത്തെ കുവ്വാമൽ അവർ പോയിരുന്നോവർ എന്ന് പറഞ്ഞാല് ആകാശവും ഭൂമിയുമായി ബന്ധപ്പെടാതെ ശൈഖ് അവറുകൾക്ക് അല്ലാഹു തആല നൽകിയ മഹത്വത്തിന്റെ ഗോപുരത്തിൽ മഹാനവറുകൾ ആത്മീയമായി പോയി ഇരുന്നു. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് കേട്ടോ. ഉന്നതമായ സ്ഥാനത്തേക്ക് ശൈഖ് അവറുകൾ എത്തിയിട്ടുണ്ട്. എത്തിയെന്ന് പറഞ്ഞില്ല നമ്മള്, ആ എത്തിയ സ്ഥാനത്ത് താൻ പോയി ഇരുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് ധാരാളം ഉയർച്ചയും ഔന്നിത്യവും നൽകുമെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കുബ്ബ എന്ന് പറഞ്ഞത് അത് ഉന്നതമായ സ്ഥാനം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഉന്നതമായ സ്ഥാനത്തേക്ക് ശൈഖ് ജീലാനി തങ്ങളെ ഉയർത്തിയെന്നും ആ സ്ഥാനം അനുഭാവേദിയില്ലാതെ അത് കരസ്ഥമാക്കാൻ വിധത്തിൽ അല്ലാഹു തആല ശൈഖ് അവറുകളുടെ സ്ഥാനം അല്ലാഹു തആല ഉയർത്തി എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു തആലാന്റെ ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നത്ര കഴിവുകളൊക്കെ അല്ലാഹു തആല നൽകുമല്ലോ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് പല കഴിവുകളും അല്ലാഹു നൽകുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല. തേനീച്ച വെച്ചപ്പോൾ ഉറുമ്പ് ചാലിട്ടപ്പോൾ തേനീച്ച തേൻ ലക്ഷ്യം വെച്ച് പറക്കുന്നത് പോലെയും ഉറുമ്പ് ചാലിട്ട് ഭക്ഷണം മറ്റും ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് പോലെയും ജനങ്ങൾ ശൈഖ് അവറുകളെ ലക്ഷ്യം വെച്ച് എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. ശൈഖ് ജീലാനി തങ്ങൾ ആത്മീയതയിലെ ഔന്നിത്യത്തിന്റെ ഉത്തംഗതയിൽ വിലപിക്കുന്ന മഹാമനീഷിയാണ് എന്ന വസ്തു നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആത്മീയമായ മഹത്വമുള്ളവരിൽ നിന്ന് മഹത്വത്തിന്റെ ചെറിയ ഒരു അംശമെങ്കിലും ഒപ്പിയെടുക്കാൻ അങ്ങനെ ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിച്ചുകൊണ്ടുള്ള നല്ലവരായ ആളുകളുടെ ഒഴുക്ക് ശൈഖ് ജീലാനി തങ്ങളുടെ അടുത്തേക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവാറുണ്ട്. തേനീച്ചകൾ അവകൾ തേൻ ശേഖരിക്കാൻ പറക്കുന്നത് പോലെ, ഉറുമ്പുകൾ ഭക്ഷണം തേടി പറക്കുന്നത് പോലെ മഹാനായ ശൈഖ് ജീലാനി തങ്ങളിൽ നിന്ന് ആത്മീയമായ മഹത്വം നേടുന്നതിന് വേണ്ടി വിശ്വാസത്തിന്റെ ഉള്ളവര് ധാരാളം അവിടത്തേക്ക് വരാറുണ്ട്. അത് വല്ലാത്ത ഒരു മഹത്വമാണ് മക്കളെ. ആ മഹത്വം കരസ്ഥമാക്കാൻ
ആ മഹത്വം നമുക്ക് കിട്ടാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. അവരുടെ ഇഷ്ടദാസന്മാരിൽ അവരുടെ മുരീദന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലാ ഹദറത്തിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹദറത്ത് ശൈഖ് ജീലാനി തങ്ങൾ പാപ്പ വഇലാ ഹദറത്ത് അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ.